ഹലോ. ആദ്യമേ തന്നെ നമുക്കിവിടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നമ്മൾ സേഫാണ്. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. കാരണം എന്താ പറയുക, കുറേ യൂട്യൂബിൽ എൻ്റെ വീഡിയോസ് മാത്രം കണ്ടിട്ട് അതിൽ കൂടെ മാത്രമേ എന്നെ പരിചയമുള്ള കുറേ ആൾക്കാർ ഇൻസ്റ്റയിലൊക്കെ വന്നിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. എവിടെയാ, കുഴപ്പമൊന്നുമില്ലല്ലോ, സേഫ് അല്ലേ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ആ മെസ്സേജസൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവരുടെ അടുത്തു നിന്നൊന്നും ഒരു മെസ്സേജ് പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇതേപോലെ എക്സ്പെക്റ്റ് ചെയ്യാത്ത കുറേ ആൾക്കാർ, എൻ്റെ നേരിട്ട് ഒരു പരിചയം ഇല്ലാത്ത കുറേ ആൾക്കാരാണ് ഇങ്ങനെ വന്ന് ചോദിച്ചിട്ടുള്ളത്. ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഈ ന്യൂസൊക്കെ കാണുമ്പോൾ ഒരു സെക്കൻഡ് അവരെന്നെ പറ്റിയിട്ട് അവരുടെ മനസ്സിലേക്ക് വന്നതുകൊണ്ടാണ് അവർ ഈ ഒരു ചോദ്യമൊക്കെ ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ അന്വേഷിച്ച എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ ടോപ്പിക്കിലോട്ട് കിടക്കാം. കോഫി ബീൻ തിയറി. ഇതിപ്പോൾ എന്താ സംഭവം എന്നല്ലേ പറയാം. നമ്മുടെ ലൈഫ് എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ എപ്പോഴും ഒരേപോലെ പോകുന്നില്ല. അതായത് എപ്പോഴും സന്തോഷവും ആയിരിക്കില്ല, എപ്പോഴും സങ്കടവും ആയിരിക്കില്ല. അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടായിരിക്കും. ഇപ്പം ഈ ഒരു പ്രശ്നമൊക്കെ വരുമ്പോഴാണെങ്കിലും എനിക്കാണെങ്കിൽ പൊതുവെ സത്യം പറയാലോ ഒരു കുഞ്ഞു കാര്യത്തിന് പോലും എനിക്ക് നല്ല പേടിയുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഏട്ടൻ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, നീ കുറച്ചും കൂടെ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നീ എങ്ങനെയാണ് അത് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണേ? പക്ഷെ അതങ്ങനെയല്ല. നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളത് എപ്പോഴും ചിലവർ പറയില്ല, എനിക്ക് അറിയില്ല, എനിക്ക് എന്തെന്നില്ലാത്തൊരു ധൈര്യമൊക്കെ ആ സമയത്ത് വന്നു എന്നൊക്കെ പറയൂലേ. എല്ലാവരും അതുപോലെ തന്നെയാണ്. പക്ഷെ നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാവരും ആ ഒരു പ്രോബ്ലത്തിന് സെയിം പോലെയല്ല ഫേസ് ചെയ്യുന്നത്, ഡീൽ ചെയ്യുന്നത്. പലവരും പല രീതിയിലാണ് അതിന് ഇങ്ങനെ എന്താ പറയുക ഫേസ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഞാനൊരു സിമ്പിൾ ഒരു സ്റ്റോറി പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന കോഫി ബീൻ തിയറി എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാവും. നമ്മളിലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് തിളപ്പിക്കാമെന്ന് വിചാരിക്കാം. എന്നിട്ട് നമ്മൾ ആ തിളച്ച വെള്ളത്തിലോട്ടേക്ക് ക്യാരറ്റിൻ്റെ കട്ട് ചെയ്ത പീസസ്, ഗ്രേറ്റഡ് അല്ല കട്ട് ചെയ്ത പീസസ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഈ ക്യാരറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളത്തിലേക്ക് ഇടുന്നതിന് മുൻപ്, അതായത് വേവിക്കുന്നതിന് മുൻപ് അത് ഹാർഡാണ്. പക്ഷെ അത് ചൂടുവെള്ളത്തിലിട്ട് അത് വെന്ത് കഴിയുമ്പം ഈ കട്ട് ചെയ്തിട്ടുള്ള ക്യാരറ്റ് സോഫ്റ്റായിട്ട് പോകും. നെക്സ്റ്റ് മുട്ട. നമ്മൾ മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കുമ്പം പുഴുങ്ങണേക്കാട്ടിലും മുന്നേ റോ എഗ് എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റാണ് അല്ലേ, ബളുബളു എന്നല്ല ഇരിക്കുന്നത്. പക്ഷേ നമ്മളത് പുഴുങ്ങി കഴിയുമ്പം അത് ഹാർഡാവും അല്ലേ. നെക്സ്റ്റ് നമ്മളുടെ കോഫി ബീൻ, അതായത് നമ്മളുടെ കാപ്പീൻ്റെ കുരുവില്ലേ, ആ സാധനം നമ്മൾ വെള്ളത്തിലോട്ട് ഇട്ട് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ വെള്ളമേ തന്നെ മാറുകയാണ്. അതിൻ്റെ കളറൊക്കെ മാറി നല്ല മണമൊക്കെ ഉള്ളതായിട്ട് സെറ്റായിട്ട് വരും. ഈ തിളയ്ക്കുന്ന വെള്ളം എന്ന് പറയുന്നത് ഉണ്ടല്ലോ നമ്മുടെ ലൈഫിൽ വരുന്ന ഓരോരോ പ്രോബ്ലംസാണ്. ഈ ക്യാരറ്റ്, മുട്ട, കോഫി ബീൻ ഇതൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഓരോരുത്തരുമാണ്. ഈ ക്യാരറ്റ് ആയിട്ടുള്ള ആൾക്കാർ എങ്ങനെയെന്ന് വെച്ചാലുണ്ടല്ലോ അവരുടെ ലൈഫിൽ ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴത്തേക്കും അവർ കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയി പോകും. അതായത് ഞാൻ അവരൊരിക്കലും കുറ്റം പറയൂല, കാരണം ഞാനിടയ്ക്ക് അങ്ങനെ ആവാറുണ്ട്. അപ്പോൾ ഞാൻ എന്നെ തന്നെ കുറ്റം പറയുന്നത് ശരിയാവില്ലല്ലോ. അതായത് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് പെട്ടെന്ന് ഭയങ്കര ടെൻഷൻ വരും, ഭയങ്കര സങ്കടം, കരച്ചിൽ. നെക്സ്റ്റ് എന്താ ചെയ്യുക, ആ ഒരു പ്രോബ്ലത്തിന് എങ്ങനെയാണ് നമ്മൾക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റാന്ന് അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അത് ഓരോരുത്തരുടെ സാഹചര്യങ്ങളാണ്. മേ ബി അവർ വളർന്നു വന്നിരിക്കുന്ന സിറ്റുവേഷൻസ് ആണ് അവരിങ്ങനെ ആക്കുന്നത്. പിന്നെ പയ്യെയാണ് നമുക്കിങ്ങനെ ഓരോന്ന് ഫേസ് ചെയ്താണ് നമ്മൾ മാറി വരുള്ളൂ. അപ്പോൾ ഈ കാറ്റഗറിയിലുള്ള അവരങ്ങനെയാണ്. ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും അവർ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവരിങ്ങനെ തളർന്ന് ഒടിഞ്ഞ് നമ്മുടെ ക്യാരറ്റ് അങ്ങ് ഹാർഡായിട്ടുള്ള ക്യാരറ്റ് സോഫ്റ്റ് ആയ പോലെ ഒരു മൂലയ്ക്ക് ഇരിക്കും. നമ്മൾ ഒരിക്കലും അങ്ങനെ ആവരുത് കേട്ടോ. കാരണം നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങൾ വന്നാൽ വേറെ ആരും വന്ന് സോൾവ് ആക്കൂല. അത് നമ്മൾ ഇന്നെ ഫേസ് ചെയ്യേണ്ടത്. നമ്മൾ ഈ ഭൂമിയിലോട്ടേക്ക് വന്നു, നമ്മൾ എന്തായാലും ജീവിച്ച് തീർത്തേ പറ്റുള്ളൂ. ആ ലൈഫിൻ്റെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും. പ്രശ്നങ്ങളില്ലാത്ത ആരാ ഉള്ളേ അല്ലേ? പിന്നെ ഞാൻ ഈ പറയാൻ പോകുന്ന കാറ്റഗറിയിലുള്ള ആൾക്കാർ നിങ്ങൾ എപ്പോഴെങ്കിലും മീറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ചില ആൾക്കാരുണ്ട്, അവർക്കുണ്ടല്ലോ ആരോടും ഒരു സ്നേഹവും ഇല്ല, കരുണയില്ല, ഒന്നുമില്ല. അത് ഈ പറയുന്നത് പോലെ മേ ബി അവരുടെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ആയിരിക്കും, അവർ ജനിച്ച് വളർന്ന സാഹചര്യം അങ്ങനെയായിരിക്കും, അങ്ങനത്തെയുള്ള സിറ്റുവേഷൻസ് ആയിരിക്കും അവർ ഫേസ് ചെയ്തിട്ടുണ്ടാവുക. അതായത് അവരുടെ മനസ്സെന്ന് പറയുന്നത് ഒരു പക്ക പാറക്കല്ല് പോലെ ആയിട്ടുണ്ട്. അവരുടെ മുന്നിൽ എന്തൊക്കെ നടന്നാലും അവർക്ക് ആരോടും ഒരു സ്നേഹവും ഇല്ല, വികാരവും ഇല്ല, കരുണയും ഇല്ല, ഒന്നുമില്ല. പക്ഷെ ചില സമയത്ത് അവരുണ്ടല്ലോ നമ്മോട് റിയാക്ട് ചെയ്യുന്ന രീതി കാണുമ്പോൾ നമുക്ക് തോന്നും നമ്മളാണ് അവരുടെ ഈ പ്രശ്നത്തിനൊക്കെ കാരണം എന്ന്. നമ്മളേ അല്ല, എപ്പോഴും ഉണ്ടായ കുറേ സിറ്റുവേഷൻസ് കൊണ്ട് അവരായിപ്പോയി. പക്ഷെ അങ്ങനെയുള്ളവരെ ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുമല്ലോ കേട്ടോ. അവരാണ് ഈ മുട്ട. അതായത് വെള്ളത്തിൽ വീണങ്ങ് ഹാർഡായി പോയി. അവർ പ്രശ്നങ്ങൾ വന്ന് അവരുടെ സ്വഭാവം എന്ന് പറയണത് ഭയങ്കര ഹാർഡായിട്ട് ഭയങ്കര കലിപ്പെന്നൊക്കെ പറയൂലേ, അങ്ങനെയായി പോയി അവർ. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ആരാവണ്ടേ?
കോഫി ബീൻ. മുട്ടയും ആവണ്ട, ക്യാരറ്റും ആവണ്ട. കോഫി ബീൻ എങ്ങനെയാണ്, ചൂടുവെള്ളത്തിലോട്ടേക്ക് നമ്മൾ കാപ്പീൻ്റെ കഷ്ണം അല്ലെങ്കിൽ കാപ്പീൻ്റെ പൊടി ഇട്ട് കഴിയുമ്പോൾ വെറും ഒരു വെള്ളമായിരുന്നു അത്. അതിനവർ നല്ല മണവും നല്ല സ്വാദുമുള്ള ഒരു കാപ്പിയായിട്ട് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് തന്നു. ഇതേപോലെ തന്നെ സത്യം പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ വരുന്ന ഈ പ്രോബ്ലംസ് ആണ് നമ്മളുടെ ക്യാരക്ടറൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെ. ഈ കുറേ പേരുണ്ടല്ലോ പറയണേക്കാം, ഞാൻ സത്യം പറഞ്ഞാൽ കുറച്ചും കൂടി ഇപ്പോൾ ബോൾഡ് ആയിട്ടുണ്ട്. പണ്ട് ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല. അത് നമ്മുടെ ലൈഫിൽ വരുന്ന ഓരോരോ സിറ്റുവേഷൻസ് കൊണ്ടാണ് നമ്മളിങ്ങനെ നമ്മുടെ ക്യാരക്ടർ ചേഞ്ച് ആവുന്നത്. പണ്ട് ഇങ്ങനെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ വാടിപ്പോകുന്ന പല പെൺകുട്ടികളും ഇപ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഭയങ്കര ബോൾഡായിട്ട് നിൽക്കുന്നവരുണ്ട്. അതവർ ഒരു കോളേജിലും പോയിട്ട് അല്ലെങ്കിൽ ഒരു സ്കൂളിലും പോയിട്ട് ഫീസ് കൊടുത്ത് പഠിച്ചിട്ടുള്ളതൊന്നുമല്ല. അവരുടെ ലൈഫിൽ വരുന്ന ഓരോരോ സിറ്റുവേഷൻസ് കൊണ്ടാണ് അവരിപ്പോഴത്തെ ഒരു ബോൾഡ് ആൻഡ് സ്ട്രോങ് ലേഡി ആയിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ ഈ നമ്മുടെ ലൈഫിലുള്ള സിറ്റുവേഷൻസൊക്കെ നമുക്ക് ഓരോ ലൈഫ് ലെസൺസ് ആണ്. ഞാൻ ഈ വീഡിയോയിൽ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ ഓരോരോ സിറ്റുവേഷൻസ് വരുമ്പോഴാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നത്. നമ്മൾ കുറച്ചും കൂടെ ബോൾഡ് ആവുന്നതൊക്കെ അങ്ങനെയാണ്. പിന്നെയില്ല, ഈ ഒരു സിറ്റുവേഷൻസിൽ ഞാൻ പറയാണ്ടോ, കുറച്ച് ആൾക്കാർ പറയണ കേട്ടിട്ടുണ്ട്, അവരുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്, അവരെ നോക്കി അവർക്കൊന്നും ഒരു കുഴപ്പമില്ല, അവരെപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ടിരിക്കുന്നത് കണ്ടോന്നിങ്ങനെ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ പറയൂ, അങ്ങനെ ചിന്തിക്കുകയോ ചെയ്യുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാ മനുഷ്യരും എല്ലാവരെ പോലെ അവരുടെ ലൈഫിലുള്ള പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്നവരായിരിക്കില്ല. പ്രശ്നങ്ങളില്ലാത്ത ഒരാൾ പോലുമില്ല. ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ മറ്റൊരാളോട് എൻ്റെ സങ്കടങ്ങൾ ഷെയർ ചെയ്യണേക്കാട്ടിലും കൂടുതൽ എനിക്ക് എന്തെങ്കിലും സക്സസ്സോ സന്തോഷമോ ഉണ്ടാകുമ്പോൾ പറയാനാണ്. എൻ്റെ വിഷമങ്ങൾ ഞാൻ പറയുന്നത് എനിക്ക് അത്രമേൽ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോട് മാത്രമാണ് ഞാൻ എൻ്റെ സങ്കടങ്ങൾ ഞാൻ ഷെയർ ചെയ്യാറുള്ളൂ. അപ്പോൾ ഈ സങ്കടങ്ങൾ അറിയാത്ത ആൾക്കാരെന്താ വിചാരിക്കുക, ഓ അവരുടെ ലൈഫൊക്കെ എപ്പോഴും ഭയങ്കര ഹാപ്പിയാണ്, അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. അങ്ങനെയല്ല കേട്ടോ, എല്ലാവരുടെ ലൈഫിൽ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഈ പറയണ പോലെ എല്ലാവർക്കും മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ ഇഷ്ടമില്ല. കുറേ ആൾക്കാർ ചെറിയൊരു പ്രശ്നം വരുമ്പോഴത്തേക്കും അത് അവരുടെ ഫേസിൽ ഇങ്ങനെയായിരിക്കും, അതായത് അവർ തീർന്ന്. പക്ഷെ കുറേ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വന്നാലും ചിരിച്ചുകൊണ്ട് നേരിടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സ്ട്രോങ് ആയിട്ട്. പക്ഷെ ചില ആൾക്കാർ നമ്മൾ കണ്ടേ മനസ്സിലാവും, അവർ നമ്മളോടൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് ഭയങ്കര അടിപൊളിയായിട്ടായിരിക്കും അവർ ബിഹേവ് ചെയ്യുന്നത്. പക്ഷെ ആരെങ്കിലും പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ അവരുടെ ലൈഫിൽ സ്റ്റോറി കേൾക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ചങ്ക് പൊട്ടിപ്പോവും. കാരണം അത്രയധികം പ്രശ്നങ്ങളായിരിക്കും അവർ ഫേസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അവർ മറ്റുള്ളവരുടെ മുന്നിൽ ചിരിച്ച് കാണിച്ച് ഭയങ്കര ബോൾഡായിട്ടായിരിക്കും അവർ നിൽക്കുന്നുണ്ടാവുന്നത്. അതിനൊക്കെ ഒരു പ്രത്യേക കഴിവ് വേണം കേട്ടോ. അവരൊക്കെ ശരിക്കും കോഫി ബീൻ തന്നെയാണ്. അപ്പോൾ ഇനി നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ കാര്യം വരുമ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ചിന്തിക്കുക, ഞാൻ കോഫി ബീൻ ആവണോ, ക്യാരറ്റ് ആവണോ, അതോ മുട്ടയാവണോ എന്നുള്ളത്. ഈ പറയണ പോലെ എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ കുറേ ആൾക്കാർ കുറച്ച് സമയത്തേക്ക് ക്യാരറ്റ് ആയിരിക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ചിന്തിക്കും, ഓക്കെ ഞാനിങ്ങനെ ഇരുന്നാൽ പറ്റില്ല, എൻ്റെ ലൈഫാണ്, ഇതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടത് ഞാനാണ്. അപ്പോൾ അവർ പയ്യെ കോഫി ബീനായിട്ട് മാറും. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, എല്ലാം അടിപൊളിയാവും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.